അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പത്രോസിനെ നമുക്കറിയാം. ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്. ഇതെല്ലാം മുൻകൂട്ടി അറിയാമായിരുന്ന ഈശോ പത്രോസിനെ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ ദൈവം നമ്മിൽ വിശ്വാസം അർപ്പിക്കുന്നു. ഇത്രമാത്രം ബലഹീനതകളുള്ള ഒരു മനുഷ്യനാണ് പത്രോസെന്ന് അറിഞ്ഞിട്ടും ആ പത്രോസിനെ സഭയുടെ തലവനായി കർത്താവ് നിശ്ചയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം ഇടപെടുന്നത് ഇങ്ങനെ തന്നെയാണ്. നാം പലപ്പോഴും കർത്താവിനോട് വഞ്ചന കാണിച്ചിട്ടുണ്ട്, കർത്താവിനെ മറന്നിട്ടുണ്ട്, ഉപേക്ഷിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കർത്താവ് നമ്മെ വിശ്വസിക്കുന്നു. അത് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിരന്തരം അങ്ങയിൽ വിശ്വസിക്കുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതലായി അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുന്നത് അങ്ങയുടെ സ്നേഹത്തിൽ നിന്നാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, കൃപയായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.